എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നേക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ടെക്നിക്ക്, ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, അതായത് ഒരു ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 24 hours കഴിഞ്ഞ് 48 hours ആകുമ്പോഴത്തേനും അതവർക്ക് മാനിഫെസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തൊരു ടെക്നിക്ക് വെച്ച് അവരുടെ അത് മാനിഫെസ്റ്റ് ആയപ്പോൾ നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു, അവർ വേറൊരു മുന്നേ ഇതേപോലെ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് മാനിഫെസ്റ്റ് ആവാറില്ല. മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആവാറില്ല, പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മുടെ വീഡിയോൻ്റെ ഗുണമോ അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ കുറവ് കൊണ്ടോ അല്ല. അത് മെയിൻലി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജി ഷിഫ്റ്റ് ആകുമ്പോഴാണ്. അതായത് ആ ചേച്ചി എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, അവർ ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മൂഡ് ഔട്ടും അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സും അല്ലെങ്കിൽ ഒരുപാട് ലോ ആയിരിക്കുന്ന ടൈമിലാണ് ആ ടെക്നിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അത് വർക്കൗട്ട് ആവില്ല. അത് ആ വീഡിയോൻ്റെ അല്ലെങ്കിൽ കുഴപ്പമില്ല, അത് മാനിഫെസ്റ്റ് ചെയ്ത വ്യക്തിയുടെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അവർ ഭയങ്കര പോസിറ്റീവായി, അവർ മൂവ് ഓണായി, അവർക്ക് ഭയങ്കര എനർജി വൈബ്രേഷൻ ഹൈ ആയി. അപ്പോൾ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. അപ്പോൾ ഇത് നിങ്ങൾക്കും ഒരു അനുഭവമായിരിക്കണം. കാരണം നമ്മൾ ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, എത്ര വലിയ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചിൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്താലും എപ്പോഴും നിങ്ങളാദ്യം മൂഡ് ഔട്ടായിട്ടിരുന്ന് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടൊന്നും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊന്നും ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി ലോ ആണെങ്കിൽ ബെറ്റർ നോട്ട് ടു ഡു ദാറ്റ്. അത് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആകുമ്പോൾ നിങ്ങൾ ആ ടെക്നിക്ക് ചെയ്യുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിലേക്ക് വിടുക. അത് എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, എവിടെ നടക്കും എന്നുള്ളതൊന്നും, ഏത് രീതിയിൽ നടക്കും എന്നുള്ളതൊന്നും നമ്മൾ ഡൗട്ട്ഫുൾ ആവരുത്. അത് നമ്മൾ യൂണിവേഴ്സിലേക്ക് വിടുക. നമ്മൾ യൂണിവേഴ്സിലേക്ക് വിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ബിസി ആയിരിക്കണം. നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. നമ്മൾ ഹാപ്പി ആയിരിക്കണം. നമുക്ക് ഹീലിംഗ് പ്രോസസ്സ് നമ്മൾ തന്നെ സ്വയം ചെയ്യണം. ആ ടൈമിൽ നമ്മുടെ എനർജി വൈബ്രേഷൻ ഹൈ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ലവ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര പോവാം, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ഞാനൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന ആളാണ്. നമ്മൾ ആദ്യം നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ ആദ്യം സ്നേഹിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മിന് പോവാം, മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെ സെൽഫായിട്ട് വൃത്തിയാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാം. നമ്മൾ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പ്രൊഡക്റ്റീവ് ആവും. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ സമയം ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവും. നല്ലോണം വെള്ളം കുടിക്കുക, നല്ലോണം ഫുഡ് കഴിക്കുക. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ആവേണ്ടത് ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല, നമ്മൾ സ്വയം ഹാപ്പി ആവണം. മറ്റുള്ളവരെ കാണിക്കാനോ അതൊന്നിനും ആവരുത്. നമ്മൾ സ്വയം ഹാപ്പി ആവുക. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഗോൾസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ഒരുപാട് എനർജി ബാലൻസ് മാറും. ലൈക്ക് നമ്മുടെ എനർജി ഒരുപാട് നന്നായി ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് വർക്കാവും. പിന്നെ കഴിയുന്നതും മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കുക. അതായത് മറ്റുള്ളവരുടെ വഴക്കിൽ കയറി ഇടപെടുക, മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഇടപെടുക, അല്ലെങ്കിൽ ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ അതിൽ കയറി സംസാരിക്കുക. അതൊന്നും, അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ മാനിഫെസ്റ്റേഷൻ വർക്കാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ടെക്നിക്സാണ്. ഞാൻ കുറച്ച് നല്ല നല്ല അഫർമേഷൻസ് ഒക്കെ വാൾപേപ്പറായിട്ടും, ഫോണിൻ്റെ വാൾപേപ്പറായിട്ടും, വാട്സപ്പിൻ്റെ വാൾപേപ്പറായിട്ടും അല്ലെങ്കിൽ വോളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. ലൈക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളെ സ്ഥിരം കണ്ട് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓൾറെഡി അത് കയറും. എന്തെങ്കിലും ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യണമെങ്കിലും ഞാൻ അതിൻ്റെ വാൾപേപ്പർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളും അങ്ങനത്തെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നല്ല നല്ല അഫർമേഷൻസ് ഫോണിൻ്റെ വാൾപേപ്പറായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ വോളിൽ ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് വാൾപേപ്പറായിട്ട് മൊബൈലിൽ വയ്ക്കാം, ലാപ്ടോപ്പിൽ വയ്ക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ ഭയങ്കര ഫാസ്റ്റായി വർക്കൗട്ടാവും. അതോടൊപ്പം തന്നെ ഏഞ്ചൽ നമ്പേഴ്സ്
ഏഞ്ചൽ നമ്പേഴ്സും നിങ്ങൾക്ക് വാൾപേപ്പറായിട്ട് വെക്കാം. ഇപ്പം നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണില്ലേ, 1111 അല്ലെങ്കിൽ 1212, കാറിൻ്റെ നമ്പർ 1212 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ച് പോയിട്ട് ബില്ല് 111 എന്നായിരിക്കും. അപ്പോൾ 111 അല്ലേ, ബില്ല് ചിലപ്പോൾ അതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും 111 കാണും, അല്ലെങ്കിൽ 333 കാണും, 999 കാണും. ഇതൊക്കെ ഏഞ്ചൽ നമ്പേഴ്സാണ്. 1212 കാണും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നതിന് താങ്ക് യു പറയാം യൂണിവേഴ്സിനോട്. കാരണം നിങ്ങളോട് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വേ ആണത്. ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കാണുന്നത് എവിടെ പോകുമ്പോഴും നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്, നിത്യജീവിതത്തിൽ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്, അത് എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ടി വിയിലാവാം, ഫോണിലാവാം, പലയിടത്തും എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ കറക്റ്റ് അലൈൻമെൻറ്റിലാണ് എന്ന് കാണിക്കുന്നതിനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ യൂണിവേഴ്സിനോട് പറയുക, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം നടത്തി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളത് ചെയ്യേണ്ടത്. പിന്നെ ഫോണിൽ 1111 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഫോണിൽ 1111 ആണെങ്കിൽ ഒന്ന് പ്രേ ചെയ്യുക, ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കുക, താങ്ക് യു യൂണിവേഴ്സ് പറയുക. 1212 കാണുമ്പോഴും താങ്ക് യു യൂണിവേഴ്സ് പറയുക, അല്ലേ. ഫോണിൻ്റെ ടൈമിങ്ങും അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് ടൈം ഉണ്ടാവില്ലേ, നമ്മുടെ ക്ലോക്ക് ടൈം ഉണ്ടാവില്ലേ, അത് കാണുമ്പോൾ 1212 എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പ്രേ ചെയ്യുക. ഫോണിൽ കാണുമ്പോഴും പ്രേ ചെയ്യുക. ഇതൊക്കെയാണ് ഒരുപാട് ടെക്നിക്സുകളാണ്. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്നിക്സുകളാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചാൻറ്റ് ചെയ്യുക, ഐ എം എ ലവ് മാഗ്നറ്റ്, ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം ബിക്കമിങ് എ സക്സസ്ഫുൾ വുമൺ, ഐ എം എ വെൽത്തി വുമൺ, ഐ എം ലിവിങ് ഇൻ മൈ മാൻഷൻ. ഇങ്ങനത്തെയൊക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തിനെ നിങ്ങൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനാണെങ്കിൽ ഐ എം എ ലവ് മാഗ്നറ്റ് ഓഫ്, പിന്നെ ആളുടെ പേര് പറയാം. അങ്ങനെയാണ് ഐ എം എ